നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിനും എന്നോടൊപ്പം സിന്ധു വരില്ല. സിന്ധു പറയുന്നത് ആ പ്രോഗ്രാമിന് ചെന്നാലേ അണ്ണം പരിചയക്കാരായ സിനിമാക്കാരെ കാണുമ്പോൾ അവരുടെ വർത്തമാനം പറഞ്ഞങ്ങ് പോകും, ഞാൻ ഒറ്റയ്ക്കായി പോകും. അത് നീ കൂടെ വന്നാൽ പോരെ. ഇല്ല, ഞാൻ വരില്ല, ഒരിടത്തും വരില്ല. സിനിമയുടെ എന്തിനൊക്കെ നിർബന്ധിച്ചാലും വരില്ല. എന്നാൽ എവിടെയെങ്കിലും പോയെന്ന് വെച്ചോളൂ, നമ്മുടെ സുഹൃത്തുക്കൾ വളരെ കൂളായിട്ട് അവിടെ ചോദിക്കും, എങ്ങനെ ഇദ്ദേഹത്തെ ഇത്ര കാലമായിട്ട് സഹിക്കുന്നു? പകുതി കളിയായിട്ടും പകുതി കാര്യമായിട്ടാണ് ചോദിക്കണേ. അപ്പോൾ ഇങ്ങനെ സിന്ധുവിനോട് ചോദിക്കുമ്പോൾ അത് എൻ്റെ സാന്നിധ്യത്തിലാണ് ചോദിക്കണം. അല്ല അസൂയ കൊണ്ടോ നുണ കൊണ്ടോ കൂട്ടിയടിക്കാനോ ഒന്നുമല്ല. എങ്ങനെ ഈ മനുഷ്യനെ സഹിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോഴൊക്കെ ഞാനും ആലോചിക്കും, എത്ര ക്ഷമ ഉണ്ടായിട്ടാകണം എന്നെ സിന്ധു സഹിക്കുന്നതെന്ന്, അച്ചു സഹിക്കുന്നതെന്ന്. ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ ശോഭിക്കാറില്ല. ന്യായമല്ലാത്തത് എവിടെ വെച്ച് ആര് കാണിച്ചാലും ഞാൻ ചൂടാകും. ആ ചൂടാകൽ ഒരു 2 മിനിറ്റ് നേരം, അതിനപ്പുറം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാറേ ഇല്ല ആരോടും. പലരും അത് മനസ്സിൽ സൂക്ഷിക്കാറുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്നെ ഒരു നല്ല വിഭാഗത്തിന്, തിരുവനന്തപുരത്ത് എൻ്റെ സിനിമാക്കാരുടെ ഒരു നല്ല വിഭാഗത്തിന് എന്നോട് എതിർപ്പുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കില്ല, എൻ്റെ മുമ്പ് വന്ന് അഭിനയിക്കും. പക്ഷെ അവർക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം. നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ PJ ആൻ്റണിയെ, തിലകനെയൊക്കെ അവരുടെ ഭാര്യമാർ എങ്ങനെ സഹിച്ചു എന്നാണ്. നാടകമെഴുത്തും റിഹേഴ്സലും തട്ടിക്കയറലും ഏത് കൂതറ മാട്ട സാധനം വലിച്ചു കയറ്റലും പുകവലിയും കൃത്യമായ ഉറക്കമില്ലായ്മയും എന്തെന്ന് കേട്ടാൽ കുന്തെന്ന് പറയലും ഒക്കെയായി ജീവിക്കുന്ന ഇവരോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒപ്പം മാന്യമായി ജീവിക്കാനുള്ള സമ്പാദ്യമൊന്നും ഉണ്ടാക്കാനും അറിയില്ല. ഇവരുടെയൊക്കെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒരുപാട് അനുഭവിച്ചിരിക്കാൻ ജീവിതത്തിലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നീ ഇതും കേട്ടോണ്ട് വരണ്ട, ഞങ്ങളെ അച്ഛൻ പൊന്നു പോലെ സ്വർണ്ണക്കറണ്ടിയിലാണ് കഞ്ഞി വായിലൊഴിച്ചതെന്നും പറഞ്ഞുകൊണ്ടൊക്കെ വരണ്ട. വരും ചിലപ്പോൾ. ഞാൻ പല സത്യസന്ധമായി ആലോചിച്ചതാണ് അവരെന്തെല്ലാം അനുഭവിച്ചിരിക്കാൻ ജീവിതത്തിൽ. ജോൺ അബ്രഹാം തിരുവനന്തപുരത്ത് ഒരു ചേരിയിലെ ഒരു സ്ത്രീയോട് ഒന്നിച്ച് ജീവിക്കാമോ എന്ന് തിരക്കിയിട്ടുണ്ട്. ഡൽഹി ബേസ്ഡ് ഒരു കവയിത്രിയെ കെട്ടാനിരുന്നതുമാണ്. കട്ട പുകയായിപ്പോൻ ആ 2 പേരുടെ കാര്യവും. ജോണിനൊന്നും അങ്ങനെ ഒതുങ്ങി കഴിയാൻ പറ്റില്ല എന്നേ. ഇതൊക്കെ ഇപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചത് അനശ്വരനായ നടൻ PJ ആൻ്റണിയുടെ സഹധർമ്മിണി മേരി ആൻ്റണി 94-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ആഴ്ച ഈ ലോകം വിട്ടുപോയി. കഴിഞ്ഞ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു. ത്യാഗോജ്വലമായ വഴികളിലൂടെ സഞ്ചരിച്ച മഹതിയായിരുന്നു മേരി ആൻ്റണി. PJ ആൻ്റണിയുടെ കാമുകിയും ഭാര്യയും ഒക്കെയായവർ നന്നായി ജീവിച്ചു. മറക്കാനും പിരിയാനുമാണെങ്കിൽ എന്തിന് മണിത്തേരിൽ എന്നെ ഒപ്പം പിടിച്ചിരുത്തി എന്ന് PJ ആൻ്റണി സംവിധാനം ചെയ്ത പെരിയാർ, തിലകൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന പെരിയാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി PJ ആൻ്റണി തന്നെ എഴുതിയ ഒരു പാട്ടുണ്ട്. ജാനകി അമ്മയും ഫ്രെഡിയോ അങ്ങനെ ആരോ ആണ് പാടിയത്. നമുക്ക് കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്, എന്നാലും ഒരു 2 വരി കേൾപ്പിക്കാം. നല്ല വരികളാണ്. മറക്കാനും പിരിയാനുമാണെങ്കിൽ എന്തിനാ മണിത്തീരിൽ എന്നെ ഒപ്പം പിടിച്ചിരുത്തി എന്നാണ് ജാനകി അമ്മ മനോഹരമായി പാടിയിട്ടുണ്ട്. കേട്ടു നോക്കൂ. *51 വർഷം മുമ്പ് ചന്നം ഭിന്നം രാത്രി മഴ പെയ്യുകയാണ്. തുറന്നിട്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന് പനക്കൂട്ടത്തിൽ ജോസഫ് ആൻ്റണി എന്ന PJ ആൻ്റണി ഈ വരികൾ എഴുതുമ്പോൾ മേരി ആൻ്റണി അടുത്തിരിക്കുകയായിരുന്നു. മറവിയുടെ പിടിയിലായിരുന്നു അവസാന കാലം മേരി ആൻ്റണി. അപ്പോഴും ഈ ഗാനം ഒരു വരി തെറ്റാതെ അവർ മുഴുവൻ പാടുമായിരുന്നത്രേ. ജീവിത
ദുരിത കയത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവനെ മനസ്സിലാക്കിയ, കൂടെ ചേർത്ത് നിർത്തിയ മഹതിയായിരുന്നു മേരി ആൻ്റണി. ആ വലിയ മനസ്സിനുടമയായ മഹതിക്ക് ആത്മാഞ്ജലി നേരാം. നമസ്കാരം. സിനിമാ മംഗളത്തിൻ്റെ എഡിറ്ററായ മധുവയ്പ്പനെ കാണാൻ സെക്രട്ടേറിയറ്റിന് പുറകുവശത്തുള്ള IAS രാമേന്ദ്രൻ നായരുടെ അനുജൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴായാലും ശരി, PTP നഗറിൽ സ്വന്തമായി വീട് വാങ്ങിയപ്പോഴായാലും ശരി, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ കാണാൻ വീട്ടിൽ ചെല്ലും. മിക്കവാറും ഞായറാഴ്ചയായിരിക്കും. ഞായറാഴ്ചയാണല്ലോ അദ്ദേഹം ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അടുത്ത് വരാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കും. ഇന്ന ആളുടെ ആത്മകഥ തുടങ്ങിയാലെന്ന് ആലോചിക്കണം. ശങ്കരൻകുട്ടി എഴുതാമെന്ന് പറഞ്ഞു. ശങ്കരൻകുട്ടി കള്ളം പറയുമോ? ശങ്കരൻകുട്ടി എഴുതുമോ മനസ്സ് തുറന്ന്? ഇങ്ങനെ പല കാര്യങ്ങളും എന്നോട് ചോദിക്കും. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം പടിക്കെട്ട് വഴി മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് സുധീറിനെ കാണാൻ ചെന്നു. ഖദീജയെ ഇൻ്റർവ്യൂ ചെയ്തു. എങ്ങനെയുണ്ട് ടൈറ്റിൽ എന്ന് എന്നോട് ചോദിച്ചു. അദ്ദേഹം എഴുതാനിരുന്ന ടൈറ്റിലാണ്. സുധീറിനെ കാണാൻ ചെന്നു. സിനിമ ചെമ്പരത്തിയിൽ അഭിനയിച്ച ചെമ്പരത്തി സുധീർ എന്നറിഞ്ഞിരുന്ന, അല്ലെങ്കിൽ ചായം സുധീർ എന്നറിഞ്ഞിരുന്ന സുധീറും ഖദീജയും. ഖദീജയെ നിങ്ങൾക്കറിയാമായിരിക്കും. നമ്മുടെ തേന്മാങ്കുമ്പത്തിൽ മോഹൻലാൽ വളി ചോദിക്കുന്ന, വളി വളി എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ചോദിക്കുന്ന അമ്മച്ചി, പോ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ്, അതാണ് ഖദീജ. എൻ്റെ ചോദിച്ചു എങ്ങനെയുണ്ട് ടൈറ്റിൽ. ഒരിക്കൽ മധുവയ്പ്പനെ കാണാൻ ഇതുപോലൊരു ഞായറാഴ്ച വീട്ടിൽ ചെന്നപ്പോൾ മേളിൽ നിന്ന് ഇറങ്ങി വന്ന അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യമാണ്. വിഷയം എന്താണെന്ന് അറിയില്ലേലും വായനക്കാരെ ആകർഷിക്കാൻ പറ്റിയ ടൈറ്റിലായിരുന്നു അത്. അക്കാര്യം ഞാൻ തുറന്നു പറയുകയും ചെയ്തു. ആരായിരുന്നു ഖദീജ? ആരായിരുന്നു സുധീർ? മികച്ച നടൻ്റെ സംസ്ഥാന അവാർഡ് നേടിയ നടനായിരുന്നു സുധീർ. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഒരുപാട് തല്ലുകൊള്ളി വേഷങ്ങളിൽ നമ്മൾ സ്ഥിരമായി കണ്ട മുഖവുമായിരുന്നു സുധീർ. അഭിനയിക്കാൻ അറിയാത്ത, പാടി അഭിനയിക്കാൻ ഒട്ടും അറിയാത്ത ഒരു നടൻ എന്നാണ് ഞാൻ സുധീറിനെ വിലയിരുത്തിയിട്ടുള്ളത്. അതിനുമപ്പുറം സുധീർ ആരായിരുന്നു? ഖദീജ എന്ന് കേട്ടാൽ മധുസാറിനോളം വണ്ണവും പൊക്കവും വില്ലനിസവുമുള്ള മുഖവും ഒക്കെയുള്ള ഒരു കഥാപാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേന്മാവിൻ കൊമ്പത്ത് എന്നുള്ള മോഹൻലാൽ ചിത്രത്തിൽ മാണിക്കനായി മോഹൻലാൽ വളി ചോദിക്കുന്ന ആദിവാസി അമ്മച്ചിയെ നമ്മൾ പെട്ടെന്ന് ഓർക്കാം. മുത്തുഗവു എന്നൊക്കെ പറഞ്ഞിട്ട് അടി വാങ്ങിക്കുന്ന മാണിക്കൻ അടി വാങ്ങിക്കുന്ന സീനുണ്ടല്ലോ. പഴയ CID പടങ്ങളിൽ ഏതിലൊക്കെയോ വില്ലത്തിയായി അവർ വന്നിട്ടുണ്ട്, ഏതിലൊക്കെയോ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതിലപ്പുറം ആരാണ് ഖദീജ? ഇന്നത്തെ പോലെ അല്ല പഴയകാല കോടമ്പക്കം ജീവിത കഥകൾ. സിനിമയിൽ ഒരു നല്ല ഭാവി പ്രതീക്ഷിച്ച് നാട്ടിൽ നിന്ന് കോടമ്പക്കത്ത് വന്നിറങ്ങും. പരീക്ഷണങ്ങൾ പലതും നടത്തി, ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്തിട്ടും എങ്ങും എത്താതെ കാലിടറി വീണ, ജീവിതം ഹോമിച്ച എത്രയോ പേരുണ്ട് പറയാനായിട്ട്. ഞാൻ സിനിമയ്ക്ക് യോജിച്ചവനാണോ അല്ലെങ്കിൽ യോജിച്ചവളാണോ, എൻ്റെ ശരീരമല്ലാതെ അഭിനയിക്കാൻ പറ്റിയവളാണോ എന്ന് ചിന്തിക്കാതെ സിനിമയുടെ പളപളപ്പിൽ ചാടി വീണ് വെന്തു പോകുന്ന ജീവിതങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കോടമ്പക്കത്ത്. കണ്ണീരിൻ്റെ കഥകളായിരുന്നു അതിലേറെയും. കിട്ടിയ അവസരങ്ങൾ നന്നായി ഉപയോഗിക്കാൻ അറിയാതെ, എന്നും ഇതേപോലെയൊക്കെ കിട്ടും എന്ന് സ്വയം സ്വപ്നം കണ്ട് കാത്തിരുന്ന് അലഞ്ഞു തിരിഞ്ഞ് ഒന്നുമാകാനാകാതെ ഏതെല്ലാം മോശമായ വഴികളുണ്ടോ അതിലൂടെയൊക്കെ സഞ്ചരിച്ച് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയവരും ധാരാളമുണ്ട്. തിരുവനന്തപുരത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്ന കൊടുങ്ങല്ലൂരിലെ മോശമല്ലാത്ത ചുറ്റുപാടുള്ള ഒരു യുവാവായിരുന്നു അബ്ദുൾ റഹ്മാൻ. പടിയത്ത് ഫാമിലിയിലുള്ള പുതുതലമുറയിലെ ചെറുപ്പക്കാരനാണ് അബ്ദുൾ റഹ്മാൻ. പടിയത്ത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ത്രാസം എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത പടിയത്ത്. കമലിൻ്റെ അമ്മാവനാണ് പടിയത്ത്. പടിയത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബ പേരാണ്. ബഹദൂറും ഈ പടിയത്ത് കുടുംബത്തിൽപ്പെട്ട ആളാണ്. ജില്ലാ ജഡ്ജിയായിരുന്ന പടിയത്ത് PA
മൊഹയുദ്ദീൻ്റെ മകനായിരുന്നു ഈ പറഞ്ഞ അബ്ദുൾ റഹ്മാൻ. പറഞ്ഞു വന്നാൽ നമ്മുടെ ബഹദൂറിൻ്റെയും സംവിധായകൻ പടിയൻ്റെയും കമലിൻ്റെയും ബന്ധുവായി വരും ഈ അബ്ദുൾ റഹ്മാൻ. എപ്പോഴോ അബ്ദുൾ റഹ്മാൻ്റെ തലയിൽ സിനിമാ മോഹം ഉദിച്ചു. നേരെ വിട്ടു, ആരോടും ആലോചിച്ചില്ല, നേരെ അങ്ങ് വിട്ടു സിനിമാ നഗരമായ കോടമ്പക്കത്തേക്ക്. എൻജിനീയറിംഗ് പഠനം അവസാന വർഷമായിട്ടു വിധി സിനിമാക്കാരനാകാനാണ് പറഞ്ഞു വിട്ടത്. സംഭവം നടക്കുന്നത് 56 വർഷം മുമ്പാണ്, 1970. എം ടിയുടെ തിരക്കഥയിൽ എ വിൻസെൻ്റ് സുപ്രിയയ്ക്കായി നിഴലാട്ടം എന്ന സിനിമ സംവിധാനം ചെയ്യുന്ന കാലം. നിഴലാട്ടം എന്ന പേര് കേൾക്കുമ്പോൾ എനിക്കൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. എനിക്കൊരു ചേട്ടനുണ്ട്, നാഗേന്ദ്രൻ തമ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പം മരിച്ചിട്ട് 2 വർഷമാകാൻ പോകുന്നു. അദ്ദേഹം ജീവിതം ഒറ്റയ്ക്ക് പൊരുതി കയറിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ഔദ്യോഗികമായി വിവാഹം കഴിച്ചതിൽ രോഗിണിയായ ഒരു മകളുണ്ട്. എങ്ങനെയാണോ എവിടെ വെച്ചാണോ എന്നൊന്നും എനിക്കറിയില്ല, ഈ അമ്മയ്ക്ക് ഒരു മകൻ ജനിച്ചു. അവന് നാഗേന്ദ്രൻ തമ്പി എന്ന് പേരിട്ടു. സ്നേഹത്തോടെ എല്ലാവരും മോഹന മോഹന എന്ന് വിളിച്ചു, മോഹനൻ. അറിവ് വെച്ച ശേഷമാണ് എൻ്റെ അമ്മ എന്നോടും ശങ്കരനോടും പറയുന്നത്, മോഹനൻ നിങ്ങളുടെ ചേട്ടനാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടിൽ കിടക്കുന്ന എനിക്ക് പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമ്പരപ്പൂവും പൈതലേ കേട്ട് കേട്ട് നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ എന്ന മലയാളത്തിലെ ലക്ഷണമൊത്ത താരാട്ട് പാട്ട് മലയാളികളാരും മറക്കാൻ വഴിയില്ലല്ലോ. 1960 പുറത്തു വന്ന സീത എന്ന സിനിമയ്ക്കായി അഭയദേവ് എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി പി സുശീലമ്മ പാടിയ പാട്ടാണ്. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത സിനിമ. കുശലകുമാരി എന്ന് പറഞ്ഞ നടിയായിരുന്നു സീതയായിട്ട് താരാട്ട് പാടുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പി സുശീലമ്മ പാടിയ ഈ പാട്ട്. മറ്റുള്ളവരുടെ പാട്ട് അധികം പാടാത്ത ആളാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ്. അഭയദേവിൻ്റെ പേരിൽ കൊടുക്കുന്ന ഒരു അവാർഡ് യേശുദാസിനായിരുന്നു എന്ന് തോന്നുന്നു. കോട്ടയത്ത് അത് വാങ്ങാൻ വന്നപ്പോൾ അഭയദേവിൻ്റെ താരാട്ട് പാട്ടുകൾ എന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട്. 50-60 രൂപയേ ഉള്ളൂ. ഇന്ത്യ ടുഡേയിലെ PK ശ്രീനിവാസൻ, എൻ്റെ പ്രിയപ്പെട്ട ഷീനിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കോപ്പി വാങ്ങി എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നടന്നില്ല, കാരണം ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ഈ പുസ്തകം നോക്കി ദാസേട്ടൻ പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂവും പൈതലേ എന്നുള്ള പാട്ട് ആ ചടങ്ങിൽ പാടി. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂവും പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂവും പൈതലേ, കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. നിന്നാലി പുൽമേടം പൂമേടയായടാ, നിന്നാലി പുൽമാടം പൂമേടയായടാ, കണ്ണാനേക്കു സാമ്രാജ്യം കൈവന്നടാ, വന്നടാ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂവും പൈതലേ,
കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. രാജാവായി തീരും നീ ഒരു കാലമോമനെ, മറക്കാതെ അന്നു തൻ താതൻ ശ്രീരാമനെ, രാമനെ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. സാമ്രാജ്യമേ എന്നൊക്കെ ദാസേട്ടൻ പാടുന്നത് കേട്ടോ. ആ പാട്ട് കേട്ടോണ്ട് ആ വേദിയിലിരിക്കുന്ന ആരൊക്കെയെന്ന് നോക്കി. സുകുമാർ അഴീക്കോട്, ഓമനക്കുട്ട സാറ്, രവി DC ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന സദസ്സിലാണ് ദാസേട്ടൻ ആ പാട്ട് പാടിയത്. പിന്നീട് ബക്കറിൻ്റെ മണിമുഴക്കത്തിലും ചാപ്പയിലുമൊക്കെ നായകനായ, പിന്നീട് അയ്യപ്പനായിട്ടും നാരദനായിട്ടുമൊക്കെ സ്ക്രീനിൽ വന്ന പ്രശസ്ത ഡബ്ബിംഗ് താരം കൂടിയായ ഹരിച്ചേട്ടനാണ് ഈ സിനിമയിൽ സീതയിൽ 11 ആയത്. രാജൻ എന്ന നടൻ കുശനായി. ലവകുശന്മാരാണല്ലോ. ഈ പാട്ട് കേൾക്കാനായി മാത്രം സീത എന്ന ചിത്രം എത്രയോ പ്രാവശ്യം ഞാൻ കണ്ട സിനിമയാണ്. കുഞ്ചാക്ക ബോബൻ്റെ അച്ഛൻ, കുഞ്ചാക്കയുടെ മകൻ ബോബൻ കുഞ്ചാക്കയാണ് 11ൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചത്. ഇനിയും വേണമെങ്കിൽ പറയാം ഈ ചിത്രത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ. പിന്നീട് സംവിധായകനായി മാറിയ ശശികുമാറാണ് ഈ ചിത്രത്തിൻ്റെ സംഭാഷണം രചിച്ചിരിക്കുന്നത്. സീതയെപ്പറ്റി ഒരു എപ്പിസോഡ് തന്നെ ചെയ്യാനുണ്ട്. എൻ്റെ മോഹനണ്ണൻ നല്ല ഈണത്തിൽ പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂം പൈതലേ എന്നൊക്കെ പാടി തൊട്ടിലാട്ടും. പാട്ട് 2-3 ആവർത്തി ആകുമ്പോൾ ഞാൻ ഉറങ്ങും. പതുക്കെ തൊട്ടിലാട്ടം നിർത്തി പാവം മോഹനണ്ണൻ നടന്നു തുടങ്ങുമ്പോൾ ഞാൻ കാലിട്ടടിച്ച് കൊലുസ് കിലുക്കുമായിരുന്നു. ഒന്നും മിണ്ടാതെ പിന്നെയും വന്ന് തൊട്ടിലാട്ടി പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂ പൈതലേ എന്ന് പാടുമായിരുന്നു മോഹനേട്ടൻ. കുഞ്ഞിലേ കേട്ട് തഴമ്പിച്ചതിനാലാകണം ഇന്നും പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന പാട്ട് കേട്ടാൽ ഞാൻ അറിയാതെ ലയിച്ചിരിക്കും. ഈ പാട്ടെഴുതിയ അഭയദേവിൻ്റെ പേരിൽ അവാർഡ് വാങ്ങാൻ യേശുദാസ് വന്നപ്പോൾ പറഞ്ഞതും വിഷ്വലും ഞാൻ കാണിച്ചല്ലോ. കഥ പിന്നെയും വഴിമാറി പോവുകയാണ്. മോഹനണ്ണൻ വളർന്ന് വലുതായി പല പല ജോലികൾ ചെയ്ത് സിനിമ ഫിലിം റെപ്രസെൻറ്റേറ്റീവായി. അതും ഹരിപ്പോത്തൻ്റെ സുപ്രിയ ഫിലിംസിൽ. സുപ്രിയ ഉടമ ഹരിപ്പോത്തനും മോഹനണ്ണനും തിരുവനന്തപുരത്ത് കുറവൻകോണം നിവാസികളാണ്. ആരെങ്കിലും പയ്യനായ മോഹനണ്ണനെ ഹരിപ്പോത്തന് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കാം. നീളാട്ടം നേമം ഭാസുരയിൽ വന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ. റെപ്രസെൻറ്റേറ്റീവായി ബാസുരയിൽ വന്നപ്പോൾ മോഹനണ്ണൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ആഹാരം കഴിച്ച് പോകാൻ നേരം 8 പേർക്കുള്ള സിനിമ കാണാനുള്ള പാസ് തന്നിട്ട് പോയി. ആദ്യമായി ഒരു സിനിമ സെക്കൻഡ് ഷോ കാണുന്നത് ഞാൻ നീളാട്ടമാണ്. അമ്മയും ഞാനും ശങ്കരനും മാമന്മാരും കുഞ്ഞമ്മമാരും ഒക്കെയായി ബാസുര തിയേറ്ററിൽ ചെന്ന് നീളാട്ടം കണ്ടത് ഇന്നലത്തതുപോലെ എൻ്റെ ഓർമ്മയിലുണ്ട്. കൊടുംവില്ലനായ, സ്ഥിരമായി കൊടുംവില്ലനായ ജോസ് പ്രായ് സാറ് സ്വർഗപുത്രി, നവരാത്രി, സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ, എന്നെ നീ സോപാന ഗായകനാക്കൂ എന്നൊക്കെ പാടുന്നതും
നസീർ സാറ് മദ്യപിച്ച് സിഗരറ്റ് പുക ഊതി വിടുന്നതുമൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. മെക്കാനിക്കൽ എൻജിനീയറിംഗ് അവസാന വർഷത്തിൽ പഠിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രശസ്തനായ മനുഷ്യൻ്റെ മകൻ വലിയ ഒരു ശുപാർശയിൽ മൂവി ക്യാമറ പഠിക്കാൻ കോടമ്പക്കത്തെത്തിയിരിക്കുകയാണ്. അവസാന വർഷ പഠനം ഇട്ടെറിഞ്ഞിട്ടാണ് വരവ്. വിൻസെൻ്റ് മാഷ് സംവിധായകനായതിനാൽ വെങ്കിട്ടാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടോ വിൻസെൻ്റ് മാഷിന് തോന്നി വെങ്കിട്ടിൻ്റെ പുറകിൽ നിൽക്കുന്ന യവൻ ക്യാമറയ്ക്ക് പിന്നിലല്ല മുന്നിൽ നിൽക്കട്ടെ എന്നങ്ങ് തീരുമാനിച്ചു. പ്രേം നസീർ നീളാട്ടത്തിൽ അവതരിപ്പിച്ച രവിയുടെ അനുജൻ ദാസൻ്റെ റോള് സുധീറിന് നൽകി വിൻസെൻ്റ് മാഷ്. പറയാൻ മറന്നു, പടിയത്ത് അബ്ദുൾ റഹീം എന്നായിരുന്നു യഥാർത്ഥ പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ. എം ഡിയുടെ തിരക്കഥയിൽ വരുന്ന ഒരു സിനിമയിൽ നായകൻ്റെ അനുജനായി തുടക്കം കുറിച്ചപ്പോൾ പേരും മാറ്റി സുധീർ എന്നാക്കി. വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചു. പിന്നാലെ ശിവാജി ഗണേശനോടൊപ്പം തമിഴ് സിനിമയിൽ അഭിനയിച്ചു. 1972 പി എൻ മേനോൻ്റെ ചെമ്പരത്തിയിലെ രാജപ്പൻ എന്ന വേഷം ചെയ്തു. സിനിമ വമ്പൻ വിജയവും അതിലെ ഗാനങ്ങൾ ചക്രവർത്തി നിനക്ക് ഞാൻ എന്നുള്ള അടക്കം, അല്ലെങ്കിൽ ആ അയ്യപ്പ ഭജനപ്പാട്ടടക്കം കാലാതിവർത്തിയും ആയപ്പോൾ അഭിനേതാവായ സുധീറും താരപദവിയിലെത്തി. ചെമ്പരത്തി സുധീർ എന്ന പേരും വീണു. ഒരു 10 വർഷത്തോളം മലയാള സിനിമയിലെ കമേഴ്ഷ്യൽ നായകന്മാരുടെ ലിസ്റ്റിൽ സുധീറും ഉണ്ടായിരുന്നു. 1975 കേരള സംസ്ഥാന അവാർഡിൽ മികച്ച നടൻ്റെ അവാർഡ് സത്യത്തിൻ്റെ നിഴലിൽ എന്ന് പറഞ്ഞ സിനിമയിലൂടെ അദ്ദേഹം നേടുകയും ചെയ്തു. വിൻസെൻ്റ്, സുധീർ, രാഘവൻ എന്ന ത്രയങ്ങൾ മലയാള സിനിമയിൽ അനിവാര്യ ഘടകമായി മാറി ഈ പറഞ്ഞ 10 വർഷക്കാലം. ഇവരിൽ സുധീറിനും വിൻസെൻറ്റിനും മറ്റൊരു യോജിപ്പ് കൂടി ഉണ്ടായിരുന്നു. നായകനിരയിലേക്ക് സുകുമാരനും സോമനും ജയനും കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ അവർ ശക്തരായതോടെ പോലീസ് ഓഫീസർ മിക്കവാറും തല്ലുകൊള്ളി പോലീസ് ഓഫീസറായിരിക്കും. അല്ലെങ്കിൽ ചൈനീസ് സിൽക്ക് ജുബയും ഗോൾഡ് ഫ്രെയിമുള്ള കണ്ണടയും സ്വർണ്ണ വാച്ചും കിട്ടിയ മുതലാളിമാരായും വിൻസെൻറ്റും സുധീറും അധപ്പതിച്ചു പോയി. പിന്നീട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര സിനിമകളിൽ അവരിങ്ങനെ നിന്നിട്ടുണ്ടെന്ന്. മിക്കവാറും അബ്കാരി മുതലാളിയായിരിക്കും ഈ വ്യവസായം നടത്തുന്ന, ഈ ചൈനീസ് സിൽക്കൊക്കെ ഇട്ട് ഗോൾഡ് ഫ്രെയിമുള്ള കണ്ണടയും വെച്ച് ഗോൾഡ് വാച്ചും ഒക്കെ കിട്ടി നിൽക്കുന്നത് അബ്കാരി മുതലാളി തന്നെ ആയിരിക്കും. വിൻസെൻറ്റിനെ നായകനാക്കി വിജയ സിനിമകൾ സംവിധാനം ചെയ്ത IV ശശി പോലും ഇത്തരം ടൈപ്പ് വേഷങ്ങളാണ് പിന്നീട് വിൻസെൻറ്റിന് പോലും നൽകിയത്. അത്തരം വേഷങ്ങളുള്ള സിനിമകൾ നിന്നതോടെ സുധീർ വീട്ടിൽ തളയ്ക്കപ്പെടുന്ന സ്ഥിതിയിലായി. ഇതിനിടയിൽ ചില ലൊടുക്ക് ബിസിനസ്സുകൾ ആരംഭിച്ചെങ്കിലും അവയെല്ലാം പൊട്ടിപ്പോയി. സാമ്പത്തിക പ്രശ്നങ്ങളാൽ സുധീർ നന്നായി വലഞ്ഞു. തൻ്റെ പഴയകാല താരമൂല്യങ്ങൾ പോലും നോക്കാതെ നാലാംകിട കമ്പിപ്പടങ്ങളിൽ പോലും കാശിനായി സുധീർ അഭിനയിച്ചു. മാറാത്ത നാട് എന്ന സിനിമയിലാണ് അവസാനമായി സുധീർ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. മലയാള സിനിമയിലെ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു 1972 എന്ന് പറയാം. ആ വർഷം പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ പലതും ശ്രദ്ധേയമായിരുന്നു. ദേശീയ തലത്തിലും ചില ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. അച്ഛനും ബാപ്പയും എന്ന 1972 ഇറങ്ങിയ ചിത്രം മികച്ച ഗാനരചനയ്ക്കും അത് വയലാറിനായിരുന്നു. ആലാപനത്തിന് യേശുദാസിനും ദേശീയ അവാർഡുകൾ നേടിക്കൊടുത്തു. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രം സ്വയംവരം ദേശീയ ശ്രദ്ധ നേടി. അതുപോലെ തന്നെ പണിതീരാത്ത വീടും ചെമ്പരത്തിയും പുനർജന്മവും കലിയുഗവും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടു. ഭരതൻ, കുഞ്ചൻ, സുധീർ തുടങ്ങിയവരൊക്കെ ഒരു കുറഞ്ഞ വാടകയുള്ള ഒരു വീടെടുത്ത് ആ വീട്ടിലെ അന്തേവാസികളായിരുന്നു. വിൻസെൻറ്റിന് ഭരതനെ പരിചയപ്പെടുത്തി കൊടുത്തത് പോലും സുധീറാണ്. അങ്ങനെ വിൻസെൻ്റ് മാഷിൻ്റെ ചെണ്ടയിൽ ഭരതൻ ആദ്യമായി കലാസംവിധായകനായി. എന്നാൽ ഭരതൻ ശ്രദ്ധേയനായ സംവിധായകനായി മാറിയപ്പോൾ ആദ്യം മറന്നത് സുധീറിനായിരുന്നു.
മലയാള സിനിമയിൽ ചെറിയ ചെറിയ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ തമിഴിൽ നിന്നും തേടി വന്ന നല്ല റോളുകൾ സുധീർ കൈയൊഴിഞ്ഞതും ഈ നടൻ്റെ വളർച്ചയെ നന്നായി ബാധിച്ചു. ശിവാജി ഗണേശനോടൊപ്പം അന്തമാൻ കൈദി, കമൽഹാസനോടൊപ്പം 16 വയതിനിലെ മുതലായ നേരത്തെ പറഞ്ഞ എന്താ പറയുക കൊച്ചു കൊച്ചു സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സിനിമകളിലേക്ക് വിളിച്ചു. പക്ഷേ ഞാൻ നേരത്തെ വാക്ക് പറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ നല്ല സിനിമകളിലൊന്നും സഹകരിക്കാതെ അദ്ദേഹം മലയാള സിനിമകൾക്ക് വേണ്ടി തമിഴിലെ ഈ ഓഫറുകളൊക്കെ അദ്ദേഹം നിരസിച്ചു. കടിച്ചതും പിടിച്ചതും പോയ അവസ്ഥയിലായി സുധീർ. സത്യനെ പോലെ അഭിനയിക്കാൻ സംവിധായകർ നിരന്തരം നിർദ്ദേശിച്ചതും സുധീറിന് പാരയായി. ഉദാഹരണത്തിനാണെങ്കിൽ കലിയുഗം എന്ന സിനിമയെ പറയാം. നടി ഖദീജയുമായി ഒന്നിച്ച് ജീവിച്ചതും സുധീറിന് പാരയായി. വിവാഹം കഴിച്ച കുട്ടികളുള്ള ഖദീജയോടൊപ്പം കോടമ്പക്കത്ത് ജീവിതം സുധീറിൻ്റെ വളർച്ചയിൽ വിലങ്ങുതടിയായി മാറി. കലാനിലയം നാടകവേദിയിൽ നിന്ന് സിനിമയിലെത്തിയ ആളാണ് ഖദീജ. കുടുംബത്തെ എറണാകുളത്ത് താമസിപ്പിച്ച് സിനിമയിലെ ഭാഗ്യം തേടി ഖദീജ കോടമ്പക്കത്തെത്തി. സിനിമകളിൽ ക്രൂരമായ വേഷങ്ങൾ ചെയ്ത് വില്ലത്തിയുടെ ഇമേജ് ജീവിതത്തിലുണ്ടാക്കിയ ഖദീജ എന്നാൽ അവരുടെ ജീവിതത്തിൽ പരോപകാരിയും ദാനശീലിയുമായിരുന്നു. ചെമ്പരത്തിയിലേക്ക് അഭിനയിച്ച് ശ്രദ്ധിക്കപ്പെട്ട സമയത്താണ് സുധീറിനെ നാനാ സിനിമാ വാരികയ്ക്കായി അഭിമുഖം നടത്താൻ മധുവിപ്പന കോടമ്പക്കത്ത് പുലിയൂരിലുള്ള കുഗൻ സ്ട്രീറ്റിലെ 15-ാം നമ്പർ വീട്ടിലെത്തിയത്. അപ്പോൾ താഴത്തെ നിലയിലാണ് താമസിക്കുന്നത്. താഴത്തെ നിലയിലെ ഡോറിൽ വൈപ്പന മുട്ടി. വാതിൽ തുറന്നത് ഖദീജയായിരുന്നു. ഇങ്ങനെ ഒരാളെ സുധീറിൻ്റെ വീട്ടിൽ പ്രതീക്ഷിക്കാത്ത ആളായിരുന്നു വൈപ്പന. എങ്കിൽ പോവില്ലായിരുന്നു. കാനായി കുഞ്ഞിരാമൻ മലമ്പുഴയിൽ നിർമ്മിച്ച പ്രതിമ പോലെ ഒരു രൂപം. മെനക്കെടുത്താൻ കയറി വന്നെന്ന പോലെ രൂക്ഷമായ നോട്ടം വൈപ്പനയെ അലോസരപ്പെടുത്തുന്നതായിരുന്നു. അന്ന് മലയാള സിനിമയിലുള്ള ഒരു അഭിനേത്രിക്കും ഇല്ലാത്ത ഉയരവും തടിയും മാംസതയും ഉറച്ച പേശികളും കഠോരമായ നോട്ടവും വൈപ്പനയെ വിരൽ തുമ്പുകൊണ്ട് തൂക്കിയെറിയാൻ പാകത്തിലായിരുന്നു. അത്രയും അരോഗദൃഢഗാത്രയായിരുന്നു ഖദീജ. മടിച്ചവർ ഒരു കസേര ചൂണ്ടിക്കാട്ടി വൈപ്പന ഇരുന്നു. എതിർവശത്ത് ഒരു കസേര വലിച്ചിട്ട് കാലുമേൽ കാല് ഉയർത്തിവെച്ച് അവരും ഇരുന്നു. തടിച്ച മാംസളമായ തുടകൾ ഇയാൾ വേണമെങ്കിൽ കണ്ടോട്ടെ, എന്നിട്ട് വെള്ളം ഇറക്കട്ടെ എന്ന ഭാവത്തിലാണ് അവർ കാലുമേൽ കാലും കയറ്റിയിരുന്നത്. എന്നിട്ട് മേളിലേക്ക് നോക്കി അവർ അലറി എന്നാണ് വൈപ്പന പറയുന്നത്. സുധീറേ എന്ന് അലറി. ജനാലകൾ കിടുങ്ങിയോ എന്ന് വൈപ്പനയ്ക്ക് സംശയം. അത്ര ഉച്ചത്തിലാണ് അവർ വിളിച്ചത് സുധീറേ എന്ന്. സത്യൻ്റെ സിംഹാസനത്തിൽ താൻ കയറിയിരിക്കുമെന്ന് തോന്നിപ്പിച്ച സുധീർ സാധുവിനെ പോലെ മേളിൽ നിന്ന് ഇറങ്ങി വന്നു. ഒരു കുഞ്ഞാടിനെ പോലെ അവരുടെ അടുത്ത് വന്നിരുന്നു. ഒരു അമൂൽ ബേബിയെ ഓർമ്മിപ്പിക്കുന്ന മുഖം എന്നാണ് വൈപ്പന പറയുന്നത്. ഒരു 25 വയസ്സ് വരാം. ഖദീജയ്ക്കപ്പോൾ ചുരുങ്ങിയത് 40 വയസ്സിന് മേളിൽ ആയി കാണും എന്നാണ് വൈപ്പന പറയുന്നത്. പക്ഷേ ഈ വന്ന പയ്യന് 25 വയസ്സ് വരെ അങ്ങേയറ്റം പോയാൽ. സുധീറുമായി വൈപ്പന സംസാരിച്ച് തുടങ്ങിയപ്പോൾ സുധീറിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത് ഖദീജയാണ്. ടീപ്പോയിൽ കിടന്ന ഒരു കൂട് സിഗരറ്റ് എടുത്ത് അതിൽ നിന്ന് ഒന്നെടുത്ത് ഖദീജ ചുണ്ടത്ത് വെച്ചു. തീപ്പെട്ടിയെടുത്ത് കത്തിക്കാൻ ആരംഭിച്ചപ്പോൾ ദിഗന്ധം പൊട്ടുമാർ വൈപ്പന അലറി, താഴെയിട്, സിഗരറ്റ് താഴെയിടെന്നാണ് പറഞ്ഞത്. അതൊരു കമാൻഡായിരുന്നു. പത്തി പടർത്തിയ സർപ്പത്തെ പോലെ ഖദീജ രൂക്ഷമായി വൈപ്പനയെ നോക്കി. തിരിച്ച് ഒരു കീരിയെ പോലെ കുതിച്ച് ചാടി ആ സർപ്പത്തിൻ്റെ മസ്തകത്തിൽ അടിക്കാനെന്ന വണ്ണം വൈപ്പനയും ഷാർപ്പായി നോക്കി.
അരം കിന്നരം എന്നല്ലേ പറയേണ്ടത്. വരട്ടാൻ നോക്കുന്നോ? എൻ്റെ അടുത്ത് ഈ വേഷം കെട്ടലൊന്നും ഇറക്കണ്ട. ഇതൊക്കെ കുറേ കണ്ടിട്ടാ സിനിമ പത്രപ്രവർത്തനയും ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് അടിച്ചതാണ് വൈപ്പന്ന. സർപ്പം പത്തി ചുരുട്ടി, സിഗരറ്റ് ടീപ്പോയിലിട്ടു. ഞാനിവിടത്തുകാരൻ അല്ല എന്ന മട്ടിൽ പാവം സുധീർ ഒരു സാധു പയ്യനെ പോലെ അവിടെ ഇരുന്നു. ഞാനിവിടത്തുകാരൻ, ഇത് ഈ വിഷയത്തിൽ ഞാനില്ല എന്നുള്ള രീതിയിൽ. ചെമ്പരത്തിയിലെ വില്ലൻ വേഷം സുധീർ ചെയ്തത് വൈപ്പനയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. മേനോൻ്റെ PN മേനോൻ്റെ തന്നെ ചായത്തിൽ നായകനുമായി. ചിന്നപ്പത്തേയരുടെ ഗായ് ഓർ ഗൗരി എന്ന സിനിമയിൽ അഭിനയിക്കാനായി ഹിന്ദി സിനിമാ താരങ്ങളായ ശത്രുഘ്ൻ സിൻഹയും അമിതാഭ് ബച്ചൻ്റെ ഭാര്യ ജയബാദുരിയും വാഹിനി സ്റ്റുഡിയോയിൽ വന്നിരുന്നു. ഒരു സൈക്കിളിൽ ജയബാദുരിയെ മുന്നിലിരുത്തി ശത്രുഘ്ൻ സിൻഹ സ്റ്റുഡിയോ കോമ്പൗണ്ടിൽ ചുറ്റിയടിക്കുമ്പോൾ വൈപ്പന അവിടെ എത്തി. സിൻഹയെ വൈപ്പനയ്ക്ക് മുൻ പരിചയമുണ്ട്. സൈക്കിൾ തടഞ്ഞു നിർത്തി വൈപ്പന സുധീറിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്ത് കാണിച്ചു. അതിശയത്തോടെ ശത്രുഘ്ൻ സിൻഹ ആ ഫോട്ടോയിൽ തന്നെ നോക്കിയിരുന്നു. പിന്നെ ആ ഫോട്ടോ ജയബാദുരിയെ കാണിച്ചു. ജയബാദുരിയും അതിശയിച്ചു. കാരണം ശത്രുഘ്ൻ സിൻഹയുടെ നല്ല ഛായയുണ്ട് അക്കാലത്ത് സുധീറിന്. ഇതൊക്കെ ഖദീജയുടെ മുന്നിലിരുന്ന് വൈപ്പന ആലോചിച്ചു. ശത്രുഘ്ൻ സിൻഹയ്ക്കുള്ള ആത്മവിശ്വാസമോ പ്രസരിപ്പോ ഉച്ചാരണശുദ്ധിയോ സുധീറിനില്ല എന്നുള്ള യാഥാർത്ഥ്യവും വൈപ്പന ആലോചിച്ചു. തൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ വെള്ളത്തിൽ വീണ പൂച്ചയെപ്പോലെ അനുസരണയോടെ സുധീർ ഇരിക്കുന്നു. സുധീറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ട് ഖദീജയെ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഗതികേടിലായിപ്പോയി വൈപ്പന. 1-2 ആഴ്ച കഴിഞ്ഞ് മദ്രാസിൽ നിന്നും കുറച്ച് മാറി എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ കായൽക്കരയിൽ ഒരു പ്രേത ബംഗ്ലാവുണ്ട്. ഒറ്റ നടന്ന് നോക്കിയാൽ പ്രേത ബംഗ്ലാവെന്നേ തോന്നും. ആ വീട്ടിൽ പട്ടാഭിഷേകം എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. മധുവൈപ്പനയുടെ സുഹൃത്താണ് പട്ടാഭിഷേകം നിർമ്മിച്ച നാഗരാജൻ. വൈപ്പന നാനയ്ക്ക് കവർ ചെയ്യാനായി അവിടെ എത്തി. പ്രേം നസീർ, ഉഷ നന്ദിനി, ശ്രീലത, സരസ്വതി എന്നിവരാണ് പ്രേം നസീറിൻ്റെ നായികമാർ. പിന്നെ രാഘവനും സുധീറും സ്റ്റണ്ടിനായിട്ട് ഖദീജയും സാധനയുമുണ്ട്. വൈപ്പനെ കണ്ട ഖദീജ ചോദിച്ചു, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യണം? എന്നെ സ്നേഹിച്ചോ ഒരു സഹോദരനെ പോലെ എന്ന് വൈപ്പന മറുപടി പറഞ്ഞു. ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്ന പേരിൽ എൻ്റെ ആത്മകഥ നിങ്ങളുടെ നാനയിൽ പ്രസിദ്ധീകരിക്കാമോ എന്നായി ഖദീജ. എല്ലാം തുറന്നു പറയാമെങ്കിൽ ഞാൻ എഴുതാമെന്ന് വൈപ്പന. ഖദീജ തൻ്റെ കുറേ ജീവിത രഹസ്യങ്ങൾ വൈപ്പനോട് പറഞ്ഞു. അത് വൈപ്പന നാനയിൽ എഴുതി. വൈപ്പന പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കോളമിസ്റ്റും പത്രാധിപരും ആയിരുന്ന ഫ്രാങ്ക് മൊറൈസ് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കൽ എഴുതിയ ഒരു വാചകമുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരൊറ്റ പുരുഷനേ ഉള്ളൂ, അത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഫ്രാങ്ക് മൊറോയ്സിൻ്റെ ആ വാചകം ഓർത്തുകൊണ്ട് വൈപ്പന പറയുന്നത്, മലയാള സിനിമാ രംഗത്ത് ഒരൊറ്റ പുരുഷനേ ഉള്ളൂ, അത് ഖദീജയാണ്. വാക്കുകൾ നിർദ്ദയമായി ഉപയോഗിക്കുകയും ഹൃദയത്തിൽ ദയയും സ്നേഹവും കാത്തു സൂക്ഷിക്കുകയും ചെയ്ത സ്ത്രീയായിരുന്നു ഖദീജ എന്നാണ് വൈപ്പന പറയുന്നത്. 3 ഇഞ്ച് നീളമുള്ള നാക്കുകൊണ്ട് 6 അടി നീളമുള്ള പുരുഷന്മാരെ അടിച്ച് നിലത്തിടും ഖദീജ എന്നാണ് വൈപ്പനയുടെ നിരീക്ഷണം. 15-ാം വയസ്സിൽ കലാനിലയം കൃഷ്ണനായരുടെ ട്രൂപ്പിലെത്തിയതാണ് ഖദീജ. നല്ല ഉയരത്തിൽ മെലിഞ്ഞ ശാലീന സുന്ദരിയായ ഖദീജയെ നാടകങ്ങളിൽ കണ്ട് ഭ്രമിച്ച പരവൂരുകാരൻ ഒരു ജോസ് അവരെ വിവാഹം കഴിച്ചു. മുസ്ലിമായ ഖദീജ ക്രിസ്ത്യാനിയായ മേരിയായി മാറി. അവർക്ക് 6 കുട്ടികൾ ജനിച്ചു. ഭർത്താവുമായി അകന്നു. അവർ വീണ്ടും ഖദീജയായി. ജീവിക്കാനായി
അല്ലെങ്കിൽ 6 കുട്ടികളെ വളർത്താനായി സിനിമാക്കാരനായി. 6 കുട്ടികളെ ഓർത്ത് ആരും കാണാതെ ഖദീജ കരയുമായിരുന്നു. ഭർത്താവ് പോയത് അവർ കാര്യമാക്കിയതേയില്ല. എനിക്കൊരു പുരുഷനെയും വിശ്വാസമില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. അനുഭവങ്ങൾ ഖദീജയ്ക്ക് സമ്മാനിച്ചതാകണം ആ നിലപാട് എന്ന് തോന്നുന്നു. സിനിമയിൽ പച്ചപിടിക്കാത്ത സമയത്ത് സുധീറിന് ഭക്ഷണവും കിടക്കാൻ ഇടവും നൽകിയ ആളാണ് ഖദീജ. വലിയ നടനായി മാറിയപ്പോൾ സുധീർ ഖദീജയെ കൈയൊഴിഞ്ഞതുമില്ല. പോടാ പോടി ബന്ധമായിരുന്നു അവർക്ക്. ആരിരിക്കുന്നു നോക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും പ്രായത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും എടാ പോടാ പോടി എന്നൊക്കെയാണ് സംബോധന ചെയ്യുന്നത്. സുധീർ പോകുന്നിടത്തെല്ലാം ഖദീജയെ കാണാമായിരുന്നു. നന്നായി പാടുന്ന ആളായിരുന്നു ഖദീജ. മറ്റുള്ളവരെ നന്നായി അനുകരിക്കാൻ അറിയാവുന്ന നടിയായിരുന്നു ഖദീജ. ആസ്മയുടെ പിടിയിലായിപ്പോയി ഖദീജ. ഈ ശ്വാസം കിട്ടാതെ വലിക്കുന്ന ആസ്മയുണ്ടല്ലോ, അതിൻ്റെ പിടിയിലായിപ്പോയി. പുകവലി കൂടിയപ്പോൾ ആസ്മയും കൂടി. മലബാർ ഭാഗത്തിവിടെയോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വനം പ്രദേശത്താണ്. കയങ്ങളും ചുഴികളും കുത്തിയൊഴുക്കുമുള്ള ഒരു നദിക്കരയിലാണ് ചിത്രീകരണം നടക്കുന്നത്. അലസമായി മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് അലസമായി ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു ഖദീജ. പെട്ടെന്ന് പുഴക്കരയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി നിലവിട്ട് പുഴയിൽ പെട്ടു, ഒഴുക്കിൽ പെട്ടു. ആ കുട്ടി ഒഴുകി പോവുകയാണ് വെള്ളത്തിലൂടെ. നിസ്സഹായരായ കുട്ടിയുടെ അമ്മയും മറ്റ് കൂടെ കുളിക്കാൻ വന്ന സ്ത്രീകളും നിലവിളിച്ചു. മേക്കപ്പിട്ട് കഥാപാത്രത്തിനുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുകയാണെന്നുള്ള കാര്യം പോലും മറന്ന് ഖദീജ പുഴയിലേക്ക് എടുത്ത് ചാടി. ചുഴിയുണ്ടോ, ഒഴുക്കുണ്ടോ, താഴ്ചയുണ്ടോ ഒന്നും ചിന്തിച്ചില്ല. അവർ നീന്തി. കുറേ വെള്ളം ഇതിനിടയിൽ ഖദീജ അകത്താക്കി. കുട്ടിയെയും കൊണ്ട് അവർ കരയ്ക്ക് കയറി. എനിക്കിങ്ങനെയൊന്നും ചെയ്യാനാവില്ല, അതിനുള്ള കരുത്തില്ല, ആരോഗ്യമില്ല. പക്ഷേ ഖദീജയെ ഞാൻ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ് വൈപ്പന പറയുന്നത്. എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ ഒക്കില്ല, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കേ ഉള്ളൂ എന്നാണ് വൈപ്പന പറയുന്നത്. അതിനുള്ള കരുത്തില്ല, അതാണ് പ്രശ്നം. ആരോഗ്യവുമില്ല. പക്ഷേ ഖദീജ ഇതെല്ലാം ചെയ്യും. അഭിനയിക്കാൻ 2 പേർക്കും അവസരം ഇല്ലാണ്ടായി. ജീവിക്കണ്ടേ? KS ഗോപാലകൃഷ്ണന്മാരുടെ സിനിമകളിൽ KS ഗോപാലകൃഷ്ണൻ എടുക്കുന്ന സിനിമകളുടെ നല്ല എന്താ പറയുക കച്ചവടമാകുന്ന കാലമായിരുന്നു. ചില സിനിമകൾ കയറി സുധീർ അങ്ങ് നിർമ്മിച്ചു. കുറഞ്ഞ ചിലവിൽ സിനിമ പിടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിവിടുന്ന കാലം. സുധീർ താനൊരു സംസ്ഥാന അവാർഡ് ജേതാവാണെന്ന ചിന്ത മറന്ന് ഭിത്തികളിൽ വരെ അഭിനയിച്ചു. ജനാർദ്ദനൻ അഭിനയിക്കുന്ന കിടപ്ര സീനുകൾക്ക് ഡ്യൂപ്പായി പോലും സുധീർ അഭിനയിച്ചു. അത്ര ഗതികേടിലായിപ്പോയി സുധീർ. കാരണം നിങ്ങൾ ഒന്ന് മനസ്സിലോർത്ത് നോക്കൂ, സുധീറിൻ്റെയും ജനാർദ്ദൻ്റെയൊക്കെ തലമുടി ഒരുപോലെയാണ്. അപ്പോൾ ഡ്യൂപ്പിട്ടാൽ അറിയുന്നില്ല. അങ്ങനെ ജനാർദ്ദനു വേണ്ടി പോലും കിടപ്ര സീനുകളിൽ ഡ്യൂപ്പായിട്ട് അഭിനയിച്ചു കാശിന് വേണ്ടി. ഒരു നാൾ സുധീറിനെ തേടി കോഴിക്കോട്ട് നിന്നും പഴയകാല ചില സുഹൃത്തുക്കൾ വന്നു, മദ്രാശിക്ക് വന്നു. ഇവരിൽ ബന്ധുക്കളുമുണ്ട്. സുധീറിൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അവരുടെ വരവ്. ശരിക്കും സുധീറിൻ്റെ വേരുകൾ കോഴിക്കോട് മൊഗ്രാൽ അങ്കടിമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അമ്മയെ കൊടുങ്ങല്ലൂർ പടിയത്ത് കുടുംബത്തിൽ വിവാഹം കഴിച്ചു കൊണ്ടുപോയി. അവിടെ പിറന്നതിനാൽ കൊടുങ്ങല്ലൂരുകാരൻ ആയതാണ്. സുഹൃത്തുക്കൾ നല്ലൊരു വിവാഹ ബന്ധം സുധീറിന് വേണ്ടി ശരിയാക്കി. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്ന നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് പെൺകുട്ടി. ഖദീജയെ ഉപേക്ഷിച്ച് പോകാൻ പക്ഷേ സുധീർ സ്വർണ്ണ കിരീടം തരാമെന്ന് പറഞ്ഞാൽ ഞാനില്ല, ഞാൻ ഖദീജയെ വിട്ടു വരില്ല എന്ന് അയാൾ വാശി പിടിച്ചു. കാര്യം പറഞ്ഞ ഖദീജ സുധീറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരോടൊപ്പം വിട്ടു. ചിലപ്പോൾ ഞാനിനി എത്ര കാലം ഉണ്ടാവുമെന്നേ, എനിക്ക് ഇത്രയും വയസ്സായില്ലേ സുധീറേ, ഞാൻ പോയാൽ നിങ്ങൾക്ക് ആരുണ്ട് എന്നൊക്കെ ചോദിച്ചു കാണാം ഖദീജ. അത്രയും വലിയ മനസ്സുള്ള സ്ത്രീയാണ്. വീട് വിറ്റ് അവർ താമസിച്ചിരുന്ന സ്വന്തം വീടായിരുന്നു. ആ വീട് വിറ്റ് അവർക്കിഷ്ടമുള്ളത് ഇരുവരും പങ്കിട്ടെടുത്തു. അല്ല അതിൽ നിനക്ക് 50 എനിക്ക് 50, നിനക്ക് 60 എനിക്ക് 40 അങ്ങനെയൊന്നുമല്ല. അവരവർക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് എടുത്തു.
സുധീർ കോഴിക്കോട്ട് ചെന്ന് പുതിയാപ്പിളയായി. ഖദീജ എറണാകുളത്ത് മക്കളോടൊപ്പം ചേർന്നു. കോഴിക്കോട് മൊഗ്രാൽ ഗ്രാമത്തിലെ സുധീർ ഡോക്യുമെൻ്ററി രംഗത്ത് വലിയ ചലനം സൃഷ്ടിച്ച ഒരു സംവിധായകനുണ്ടല്ലോ, എം.എ. റഹ്മാൻ. അദ്ദേഹം ഇശൽ ഗ്രാമം വിളിക്കുന്നു എന്ന ഡോക്യുമെൻ്ററി എടുത്തപ്പോൾ അതിൽ ഈ മൊഗ്രാൽ ഗ്രാമത്തിലെത്തിയ സുധീറിനെ കൂടെ ഉൾപ്പെടുത്തി. എനിക്ക് തോന്നുന്നു അവസാന കാലത്ത് സുധീർ അഭിനയിച്ച രസമുള്ള ഫിലിമാണ് ഈ ഡോക്യുമെൻ്ററി. ഞാൻ ആ ഡോക്യുമെൻ്ററി കണ്ട് യൂട്യൂബിലുണ്ട്. കോഴിക്കോട് അശോകപുരത്തുള്ള ഫ്ലാറ്റിൽ 2004 സെപ്റ്റംബർ 17 57ാമത്തെ വയസ്സിൽ സുധീർ മരിച്ചു. 2017 ജൂലൈ 26 എറണാകുളം വടുതലയിൽ 78ാമത്തെ വയസ്സിൽ ഖദീജയും മരിച്ചു. രണ്ടുപേരും ഇണപിരിയാത്ത ഇണക്കിളികളെപ്പോലെ മദ്രാസിൽ ജീവിച്ചവരാണ്. ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും സമ്പന്നതയിലും എല്ലാം ഒന്നിച്ച് ജീവിച്ചവരാണ്. സിനിമയിൽ അലഞ്ഞു തിരിഞ്ഞ അവസരങ്ങൾക്ക് വേണ്ടി നടന്ന് 1, 2, 3 ദിവസം ഒരു തുള്ളി ആഹാരം കഴിക്കാനില്ലാതെ പൈപ്പ് വെള്ളം മാത്രം കുടിച്ച് നടന്ന ഒരുപാട് സിനിമാക്കാർ ഖദീജയുടെ വീട്ടിൽ പോയി ഖദീജ വയ്ക്കുന്ന ചോറും മനോഹരമായി രുചികരമായി വയ്ക്കുന്ന മീൻകറിയും കഴിച്ചിട്ടുണ്ട് എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആ ചോറും മീൻകറിയും കഴിച്ച ഒരാളും ഖദീജയോ സുധീറിനോ സഹായിച്ചിട്ടില്ല. പക്ഷേ അതിലും അവർക്ക് പരിഭവമില്ല. ആര് ചെന്നാലും അതിഥി ദേവോഭവ എന്ന് പറഞ്ഞതുപോലെ അവരുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം തേടി ആര് ചെന്നാലും ശരി വലുപ്പ ചെറുപ്പം നോക്കാതെ അവർ സത്കരിക്കുമായിരുന്നു. ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സ്ത്രീയായിരുന്നു ഖദീജ. ഖദീജ പറഞ്ഞൊരു വലിയ ഹെഡിങ് ഉണ്ട്, വലിയ വിവാദം ഉണ്ടാക്കിയൊരു ഹെഡിങ് ഉണ്ട്. സംവിധായകന് വഴങ്ങാത്ത മലയാള സിനിമയിൽ ഒരു നായികമാരുമില്ല, ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പ് ഒന്ന് പറ എന്ന് പറഞ്ഞ അക്കാലത്ത് അറിയിച്ചു. എത്ര വർഷം മുമ്പെന്ന് അറിയിച്ചു. മലയാള സിനിമയിൽ സംവിധായകനെങ്കിലും വഴങ്ങാത്ത ഒരു നായികയും മലയാള സിനിമയിലില്ല എന്ന് തുറന്നു പറഞ്ഞ നടിയായിരുന്നു ഖദീജ. ഖദീജയുടെയും സുധീറിൻ്റെയും ഇണക്കുരുവികളെ പോലുള്ള ജീവിതം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ തലമുറയ്ക്ക് എത്ര പേർക്ക് സുധീറിനെ അറിയാമെന്ന് എനിക്കറിയില്ല. ഖദീജയെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് തേന്മാകുമ്പത്തിലെ അമ്മച്ചിയാറ്റ്, ആദിവാസി അമ്മച്ചിയാറ്റ് എന്ന് പറഞ്ഞാൽ ഉടൻ പിടി കിട്ടും, മുത്തുകവും പിടി കിട്ടും. പക്ഷേ സുധീറിന് സംസ്ഥാന അവാർഡ് നേടിയ ഒരു നടനായിട്ട് പോലും അർഹതപ്പെടുന്ന അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചില്ല. ആ 2 പേർക്കും ആത്മാഞ്ജലി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.